നമസ്കാരം. K20യിലേക്ക് സ്വാഗതം. രാജ്യത്തിന് ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ സംഭാവന ചെയ്ത മണ്ഡലമാണ് കണ്ണൂർ. അതും കേരളം കണ്ട ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGയെ. തുടർച്ചയായി 3 തവണയാണ് AKG മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 77-ൽ CPI നേതാവ് CK ചന്ദ്രപ്പൻ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 80-ലെ തെരഞ്ഞെടുപ്പിൽ അരശ് കോൺഗ്രസുകാരനായ K കുഞ്ഞമ്പു ഇടതു പിന്തുണയോടെ MP ആയി. 84-ലെ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തുടർച്ചയായി 5 തവണ അദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 99-ൽ അന്ന് CPM-കാരനായ AP അബ്ദുള്ളക്കുട്ടി കണ്ണൂർ കോട്ട പിടിച്ചു. 2004-ലെ ശക്തമായ ഇടതു തരംഗത്തിൽ അബ്ദുള്ളക്കുട്ടി തന്നെ ജയിച്ചു. 2009-ലെ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്ക് അബ്ദുള്ളക്കുട്ടി കോൺഗ്രസുകാരനായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ കണ്ണൂരിൽ ജയിച്ചു. കണ്ണൂർ ചുവപ്പ് കോട്ടയാണെന്നൊക്കെയാണ് പുറമേയുള്ള പ്രചാരണം. കണ്ണൂർ ലോക്സഭാ മണ്ഡലം അങ്ങനെയല്ലെന്ന് കണക്കുകൾ പറയുന്നു. പോയ തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നില ഇനി പരിശോധിക്കാം. 2009-ലെ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് 8,63,832 വോട്ടാണ്. K സുധാകരൻ UDF സ്ഥാനാർത്ഥി. അദ്ദേഹം ആകെ നേടിയത് 50.11% വോട്ടാണ്. അതായത് 4,32,878 വോട്ടാണ് K സുധാകരൻ നേടിയത്. KK രാഗേഷ് LDF സ്ഥാനാർത്ഥി. അദ്ദേഹം 45.12% വോട്ട് നേടി. അതായത് 3,89,727 വോട്ടാണ് KK രാഗേഷ് നേടിയത്. BJP സ്ഥാനാർത്ഥി PP കരുണാകരൻ. അദ്ദേഹം 3.14% വോട്ട് മാത്രമാണ് നേടിയത്. അതായത് 27,123 വോട്ടാണ് BJPക്ക് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചത്. 43,000-ലധികമാണ് K സുധാകരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷം. എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF 3 സീറ്റിലും UDF 4 സീറ്റിലും ജയിച്ചിരുന്നു. എന്നാൽ വോട്ട് ശതമാനം നോക്കിയാൽ LDF തന്നെയാണ് മുന്നിൽ. 2011-ൽ വ്യത്യസ്ത സ്ഥാനാർത്ഥികൾ നേടിയ വോട്ട് നില ഇനി പരിശോധിക്കാം. കണ്ണൂരിലെ തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ജെയിംസ് മാത്യു. അദ്ദേഹം നേടിയ ഭൂരിപക്ഷം 27,861 വോട്ടാണ്. CPM-ന്റെ LDF സ്ഥാനാർത്ഥി ജെയിംസ് മാത്യുവിന്റെ ഭൂരിപക്ഷമാണ് 27,861 വോട്ടാണ് അദ്ദേഹം നേടിയത്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ KC ജോസഫ് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി 11,757 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ UDF സ്ഥാനാർത്ഥി KM ഷാജി. അദ്ദേഹം നേടിയ ഭൂരിപക്ഷം 493 വോട്ട് മാത്രമാണ്. AP അബ്ദുള്ളക്കുട്ടി കണ്ണൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി 6,443 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ KK നാരായണൻ CPM-ന്റെ LDF സ്ഥാനാർത്ഥി 15,162 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ LDF സ്ഥാനാർത്ഥി EP ജയരാജൻ. അദ്ദേഹം നേടിയ ഭൂരിപക്ഷം 30,512 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് EP ജയരാജൻ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നേടിയത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ്. അദ്ദേഹം 3,440 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. 73,535 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ LDF നേടിയത്. മട്ടന്നൂർ മണ്ഡലത്തിൽ EP ജയരാജൻ നേടിയ വോട്ടാണ് ഈ ഭൂരിപക്ഷത്തിലേക്ക് LDF-നെ നയിച്ചത്. ഇത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണം എന്നില്ല. അത് കണ്ണൂരിന്റെ ചില സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലമാണ്. സുനിൽ ഐസക്കിന്റെ റിപ്പോർട്ടിലേക്ക്. ചരിത്രം ആവർത്തിക്കാൻ UDF-ഉം മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF-ഉം കച്ചമുറുക്കി ഇറങ്ങിയതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി കണ്ണൂർ മാറിയിരിക്കുന്നു. ജില്ലയിൽ ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 എണ്ണമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്.
തളിപ്പറമ്പ്, കണ്ണൂർ, ധർമ്മടം, ഇരിക്കൂർ, മട്ടന്നൂർ, അഴീക്കോട്, പേരാവൂർ എന്നിവയാണ് ഈ നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ തളിപ്പറമ്പും മട്ടന്നൂരും ധർമ്മടവും LDFന് വ്യക്തമായ ആധിപത്യമുള്ള മണ്ഡലങ്ങളാണ്. പേരാവൂരും അഴീക്കോടും നിലവിൽ UDF അക്കൗണ്ടിലാണെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. എന്നാൽ കണ്ണൂർ നിയമസഭാ മണ്ഡലം എക്കാലത്തും UDFന്റെ ശക്തിദുർഗങ്ങളിൽ ഒന്നാണ്. 2009 ലോക്സഭാ ഇലക്ഷനിൽ ഈ മണ്ഡലങ്ങളിൽ പലതും LDFനെ കൈവിട്ടു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ, തളിപ്പറമ്പ്, ധർമ്മട മണ്ഡലങ്ങൾ ഇടതിനെ തുണച്ചുവെന്ന് മാത്രമല്ല 7 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിന്റെ കണക്കെടുത്താൽ LDFന് 41,366 വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട്. ഇത്തവണ മണ്ഡലത്തിലെ ആകെ വോട്ട് 11,70,266 ഇതിൽ 72,141 പേർ പുതിയ വോട്ടർമാരാണ്. 6,21,812 സ്ത്രീ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതലമുറയും സ്ത്രീകളുമാകും ആരിത്തവണ കണ്ണൂരിൽ നിന്നും പാർലമെന്റിലെത്തണമെന്ന് തീരുമാനിക്കുക. ഇനി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിക്കാം. 1951 AKGയുടെ വിജയം മാറ്റി നിർത്തിയാൽ UDF തേരോട്ടത്തിന്റെ കഥയാണ് മണ്ഡലത്തിന് പറയാനുള്ളത്. 1980 കോൺഗ്രസിലെ K കുഞ്ഞമ്പുവിൽ നിന്ന് തുടങ്ങിയതാണ് ഈ വിജയഗാഥ. 84 മുതൽ 98 വരെ നടന്ന 5 തെരഞ്ഞെടുപ്പുകളിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനൊപ്പമായിരുന്നു കണ്ണൂർ മണ്ഡലം. എന്നാൽ 99 നടന്ന തെരഞ്ഞെടുപ്പിൽ യുവനേതാവായ AP അബ്ദുള്ളക്കുട്ടിയെ ഇറക്കി LDF മണ്ഡലത്തിൽ ചെങ്കുടി പാറിച്ചു. 2004 ഭൂരിപക്ഷം 83,849 ഉയർത്തി അബ്ദുള്ളക്കുട്ടി മണ്ഡലം നിലനിർത്തി. 2009 തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കണ്ണൂരിലെ രാഷ്ട്രീയ ചിത്രം മാറി മറിഞ്ഞിരുന്നു. അബ്ദുള്ളക്കുട്ടിയുടെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം തന്നെയായിരുന്നു ഇതിൽ പ്രധാനം. കണ്ണൂർ കോൺഗ്രസിലെ ജനപ്രിയ നേതാവായ K സുധാകരനെ കോൺഗ്രസ് കളത്തിലിറക്കിയതോടെ കഥ മാറി. പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തി 43,151 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുധാകരൻ കണ്ണൂർ പിടിച്ചെടുത്തു. അബ്ദുള്ളക്കുട്ടി CPMനെതിരെ ഉയർത്തിയ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഭരണവിരുദ്ധ തരംഗം, സുധാകരന്റെ വ്യക്തിപ്രഭാവം, ഇതിനെല്ലാം പുറമെ സുധാകരന് പോകുന്ന സ്ഥാനാർത്ഥിയല്ല KK രാഗേഷ് എന്ന പാർട്ടി പ്രവർത്തകരുടെ പോലും നിലപാട് മുതലായവയെല്ലാം LDFന് തിരിച്ചടിയായി. വികസനത്തെക്കാൾ ഉപരി രാഷ്ട്രീയം തന്നെയാണ് ഇത്തവണയും കണ്ണൂരിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. TP ഫസൽ, ഷുക്കൂർ വധക്കേസുകളിൽ CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ പങ്ക്, മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിലുണ്ടായ അക്രമം, SDPI നമോ വിചാർ മഞ്ച് പാർട്ടികളുമായുള്ള CPMന്റെ പുതിയ രാഷ്ട്രീയ ബാന്ധവം മുതലായവ UDF മണ്ഡലത്തിൽ പ്രചാരണ ആയുധങ്ങളാക്കുമ്പോൾ അബ്ദുള്ളക്കുട്ടിക്കെതിരെ സരിത ഉന്നയിച്ച ആരോപണങ്ങൾ, കസ്തൂരി രംഗൻ റിപ്പോർട്ട്, വിലക്കയറ്റം മുതലായവയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചാരണായുധങ്ങൾ. CPM നേതാക്കൾക്കും മുൻനിര പ്രവർത്തകർക്കും എതിരെയുണ്ടായ രാഷ്ട്രീയ അക്രമ കേസുകൾ അക്കമിട്ട് നിരത്തിയാണ് ഇത്തവണ UDF പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് CPMന്റെ ജില്ലാ സെക്രട്ടറിയെയും ഒരു MLAയും അല്ലേ? പി ജയരാജനെയും രാജേഷ് MLAയും സത്യം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതിൻ്റെ പേരിലല്ലേ? അവർക്ക് നേരിട്ട് ഉത്തരവാദിത്തമാണല്ലോ. എൻ്റെ കാറിന് നേരെ കല്ലേറ് വന്നു, ആ കല്ലേറ് വന്നതിൻ്റെ പേരിലാണല്ലോ ഈ ഒരു നിർദ്ദേശം പോവുകയും തളിപ്പറമ്പിൽ നിന്ന് ഗുണ്ടാസംഘം പോയി ഈ അറുകൊല നടത്തിയത്. അതിൻ്റെ പേരിലല്ലേ? ഏത് കൊലപാതകത്തിൻ്റെയും പിറകിൽ CPM നേതാക്കന്മാരാ? എന്താണ് ചന്ദ്രശേഖരന്, TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്തായിരുന്നു പറഞ്ഞത്? TP ചന്ദ്രശേഖരൻ അവിടെ കൊല്ലപ്പെട്ട, ഒഞ്ചിയത്ത് കൊല്ലപ്പെട്ട സമയത്ത് തന്നെ കണ്ണൂരിൽ ജയരാജനിലെ ആദ്യം പ്രസ്താവന ഇറക്കിയത് ആ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പോലുമില്ല ആർക്കാ പങ്ക് എന്ന്. ആദ്യത്തെ വാക്കെന്താ? അതിൽ പങ്കില്ല, അത് തീവ്രവാദികളാണ്, മതതീവ്രവാദികളാണെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു വയലാർ രവിയുടെ കാറാന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു PC ജോർജാണെന്ന് പറഞ്ഞു. മാറ്റി മാറ്റി മലക്കം മറിഞ്ഞ് ഒടുവിലെത്തിയത് എവിടെയാ? CPMന്റെ നേതാക്കന്മാരുടെ അറിവോടെ ഗൂഢാലോചനയോടെ തന്നെയാണ് കൊലപാതകം നടന്നതെന്ന് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ എൻക്വയറി നടത്തി തീരുമാനിക്കേണ്ടി വന്നില്ലേ? മണ്ഡലത്തിലെ ആറളം, കൊട്ടിയൂർ പഞ്ചായത്തുകളാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ വരുന്നത്.
ക്രിസ്ത്യൻ കുടിയേറ്റ പ്രദേശങ്ങളായ ഈ രണ്ട് പഞ്ചായത്തുകളും നിലവിൽ UDF-നൊപ്പമാണ്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വോട്ടാക്കി മാറ്റാനാകുമെന്നാണ് LDF പ്രതീക്ഷ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് മലയോര മേഖലയിൽ വലിയ തോതിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാതിരിക്കുന്നതിന് ചില പൊടിക്കൈകൾ കോൺഗ്രസ്സുകളുടെ നേതൃത്വം പ്രയോഗിച്ചു നോക്കി. പക്ഷേ അതൊന്നും ഏശുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ പ്രാഥമികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വളരെയധികം ഉത്കണ്ഠയാണ് ഇപ്പോഴും ഉയർത്തുന്നത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്, ഞങ്ങളുടെ പിന്തുണയോടുകൂടിയോ പങ്കാളിത്തത്തോടുകൂടിയോ ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് ഒരു പുതിയ സമിതിയെ വെക്കും എന്നുള്ള വാഗ്ദാനം ജനങ്ങൾ നല്ല നിലക്കാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് CPM-നെതിരെ UDF ഉയർത്തിയ ഏറ്റവും വലിയ പ്രചാരണായുധമായിരുന്നു അബ്ദുള്ളക്കുട്ടി. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അബ്ദുള്ളക്കുട്ടി ഉയർത്തിയ വിമർശനങ്ങൾ LDF-ന് ഒരു പരിധിവരെ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അബ്ദുള്ളക്കുട്ടി UDF-ന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സരിത ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അബ്ദുള്ളക്കുട്ടിയെ പ്രചാരണ രംഗത്തു നിന്നും UDF ഏറെക്കുറെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് UDF-ആണ്, കോൺഗ്രസ്സാണ്. കാരണം സരിതാ നായരുടെ പരാതിയെ തുടർന്ന് ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൽ FIR-ൽ പ്രതി ചേർക്കപ്പെട്ടു അബ്ദുള്ളക്കുട്ടി. സ്വാഭാവികമായും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യാത്ത പോലീസ് സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഒരു MLA എന്ന നിലക്ക് ന്യായീകരിക്കാൻ പറ്റാതെയാണെങ്കിലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും DYFI പ്രവർത്തകന്മാർ അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു ദിവസം വളഞ്ഞു വെച്ചു. പിന്നീട് അബ്ദുള്ളക്കുട്ടിയെ കാണുന്നില്ല. സുധാകരൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന വേളയിൽ പോലും കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് പോകുന്ന സുധാകരൻ്റെ കൂടെ കണ്ണൂരിൻ്റെ MLA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള അബ്ദുള്ളക്കുട്ടിയെ കണ്ടില്ല എന്നത് ജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ തടയുന്നതിന് വേണ്ടി LDF തയ്യാറില്ല എന്ന് പ്രഖ്യാപിച്ച അബ്ദുള്ളക്കുട്ടിയെ യഥാർത്ഥത്തിൽ ഇപ്പോൾ തടയുന്നത് കോൺഗ്രസ്സാണ്. ഇതുവരെ അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ചില അസമനികൾ കാരണം ഒരുപക്ഷെ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ സാധിക്കില്ലായിരിക്കാം. അതുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിലക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. വിലക്ക് ഏർപ്പെടുത്തുന്നത് എപ്പോഴാണ്? അദ്ദേഹം കുറ്റക്കാരനായാലേ വേണ്ടു. ഒരാൾ കുറ്റക്കാരനല്ലാത്ത രീതിയിൽ വന്നാൽ, അങ്ങനെ ഒരാളെ കുറ്റക്കാരനല്ല, പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തേണ്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയട്ടെ, അന്വേഷണ ചുമതല വഹിച്ചാൽ പറയട്ടെ ഇദ്ദേഹം കുറ്റക്കാരനാണ്. ഓക്കെ, ആ സമയത്ത് പാർട്ടിയുടെ ഉന്നത നേതൃത്വം അതിനാവശ്യമായ നടപടികൾ ചെയ്യുക. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു അപൂർവ രാഷ്ട്രീയ കൂട്ടുകെട്ടായിരുന്നു CPM നമോ വിചാർ മഞ്ച് ലയനം. ഒരു കാലത്ത് CPM-ന്റെ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുക്കളായിരുന്ന OK വാസുവിനെയും A അശോകിനെയും പാർട്ടിയിലേക്ക് രക്തഹാരമിട്ട് സ്വീകരിക്കുമ്പോൾ CPM-ന്റെ നോട്ടം വടകര മണ്ഡലത്തിലെ വോട്ടായിരുന്നു. എന്നാൽ വടകരയിലെ നേട്ടം കണ്ണൂരിൽ കോട്ടമാകുമോ എന്ന ഭയം CPM-നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് STPA അടക്കമുള്ള സംഘടനകളിൽ നിന്ന് വിട്ടുവന്നവരെ കൂടി പാർട്ടിയിലേക്ക് സ്വീകരിച്ച് ഒരു സാമുദായിക സന്തുലനത്തിന് പാർട്ടി ശ്രമിച്ചത്. കുതുബുദ്ദീൻ അൻസാരിയെ പോലുള്ളവരെ പാർട്ടി വേദികളിൽ എത്തിച്ചതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യവും മറ്റൊന്നല്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സംഘടിപ്പിച്ച മുസ്ലിം ന്യൂനപക്ഷ കുടിയേറ്റ ക്രിസ്ത്യൻ കൺവെൻഷനുകളും വോട്ടായി മാറുമെന്ന് CPM കണക്കുകൂടുന്നു. ഒപ്പം കഴിഞ്ഞ തവണ സുധാകരന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ ബെർലിൻ കുഞ്ഞനൻ നായരുടെ മനമാറ്റവും CMP-യിലെ ഒരു പ്രബല വിഭാഗത്തിന്റെ LDF-ലേക്കുള്ള വരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ മത്സരത്തിനില്ലെന്ന സിറ്റിംഗ് MP K സുധാകരന്റെ പ്രഖ്യാപനമായിരുന്നു കണ്ണൂർ മണ്ഡലത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയമാക്കിയത്. എന്നാൽ വീണ്ടും മത്സരിക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെയും DCC-യുടെയും ആവശ്യത്തിന് മുന്നിൽ ഒടുവിൽ സുധാകരൻ വഴങ്ങുകയായിരുന്നു.
CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ പേരായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി ആദ്യം കേട്ടിരുന്നത്. എന്നാൽ അവസാന നിമിഷം PK ശ്രീമതിക്ക് നറുക്കു വീഴുകയായിരുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവരുടെ പ്രതീക്ഷകളും നിലപാടുകളും എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു. കനത്ത വെയിലിനെ പോലും അവഗണിച്ച് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യഘട്ടം പിന്നിടുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മനസ്സിലെന്താണ്? കണ്ണൂരിന്റെ സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ K. സുധാകരൻ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ആദ്യം ചോദിക്കാം. ഒരു ഘട്ടം പിന്നിടുന്നു, എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? നല്ല പ്രതികരണം, കലക്കൻ പ്രതികരണം. എൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഓരോ ദിവസം കഴിയും തോറും ആത്മവിശ്വാസം കൂടുകയാണ്. ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് നിങ്ങൾ കണ്ടില്ലേ, എത്രയോ നൂറുകണക്കിന് കുട്ടികൾ തീപ്പൊരി പോലെടുത്ത ഈ ചൂടിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവരുടെ പ്രവർത്തനം എനിക്ക് തരുന്ന ആത്മവിശ്വാസം വലുതാണ്. അവരുടെ ആ ത്യാഗം കാണുമ്പോഴാണ് ഞാനും വെയിൽ മറക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. രണ്ടാം ഘട്ടം വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ആ ശുഭാപ്തി വിശ്വാസം കൂടുതൽ ശക്തമായി ആത്മവിശ്വാസം പകർന്നിരിക്കുന്നു എന്നതാണ് സത്യം. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഭൂരിപക്ഷം നേടി K. സുധാകരൻ കണ്ണൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. എന്നാണ് ജനം നിശ്ചയിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക. ജനം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം. സ്വാഭാവികമായും അവരുടെ കൈകളിലാണ് എല്ലാം. അവരുടെ അർപ്പിതമായ പ്രവർത്തനം ശക്തി പകരുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ കാണുന്നു. വളരെ ചെറിയ പ്രസംഗം മാത്രമാണ് എങ്കിൽ കൂടിയും കണ്ണൂരിലെ അങ്ങയുടെ വോട്ടർമാരോട്, താങ്കളുടെ വോട്ടർമാരോട് താങ്കൾ പ്രധാനമായും എന്താണ് ആവശ്യപ്പെടുന്നത്? മതേതര ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയമായ തിരിച്ചുവരവിന് കളമൊരുക്കാൻ ബാലറ്റ് ഉപയോഗിക്കണം. വികസനത്തിന് നിങ്ങളുടെ വോട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അക്രമ രാഷ്ട്രീയത്തിനെതിരെ വിധിയെഴുതണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചുടുരക്തം തെറിച്ചു വീണ കണ്ണൂരിൻ്റെ മണ്ണിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണം. ഇതാണ് ജനങ്ങളോട് ഞാൻ പറയുന്ന എൻ്റെ സന്ദേശം. ആ സന്ദേശം അവർ നെഞ്ചിലേറ്റി പോകുന്നു എന്ന് അവരുടെ പ്രതികരണം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. തീർച്ചയായും മറ്റൊരു കാര്യം, ഏറ്റവും പുതിയ ഒരു പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് CMPയുടെ ഒരു വിഭാഗം പോരുന്നു. അതിനോടൊപ്പം തന്നെ ബെർലിനെ പോലുള്ള ആളുകളുടെ കാലുമാറ്റം, ഇതൊക്കെ താങ്കൾ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നു? അച്യുതാനന്ദൻ കാലുമാറിയതിന് അപ്പുറമാണോ ബെർലിൻ കുഞ്ഞനന്ദന്റെ? രാഷ്ട്രീയ വ്യക്തിത്വമുള്ളവർക്ക് കാലുമാറ്റമില്ല. വ്യക്തിത്വമില്ലാത്തവർ കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് കാലുമാറുക സ്വാഭാവികം. ആ കൂട്ടത്തിലെ അച്യുതാനന്ദന്റെയും ബെർലിൻ കുഞ്ഞനന്ദനാരുടെയും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. CMPയുടെ പിളർപ്പ്, ആ പിളർപ്പിൻ്റെ അകത്ത് ഇന്നലെ വരെ നമ്മോടൊപ്പം നിന്നൊരു വിഭാഗം CPMുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് രാഷ്ട്രീയ വഞ്ചന, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളുകളായി ആ വിഭാഗം മാറി എന്നാണ് എൻ്റെ വിശ്വാസം. CMPയുടെ ഓഫീസ് കൈയടക്കാൻ നടത്തിയ ശ്രമം ഹീനമാണ്. CPMന്റെ ഗുണ്ടകളെ വെച്ച് P. ജയരാജൻ നേതൃത്വം കൊടുത്ത ആ ആഫീസ് പിടിച്ചെടുത്തത് അവരോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം പോയ CMPക്കകത്ത് കണ്ണൂർ ജില്ലയിൽ നാമമാത്രമായ പ്രവർത്തകരേ ഉള്ളൂ എന്നൊരു സത്യമാണ്. ഓർമ്മയില്ലാതെ കിടക്കുന്ന MP രാഘവനെ ചൂഷണം ചെയ്യുകയാണ് CPMവും കൂടെ നിന്ന ഒരു കൂട്ടം ആളുകളും എന്നതാണ് സത്യം. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അറിയുമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കൊല്ലാനും അദ്ദേഹത്തിൻ്റെ സ്വത്ത് തകർക്കാനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ തകർക്കാനും ശ്രമിച്ച CPMന്റെ ആളുകളുടെ കൈകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചോരയും നീരുമായ ഈ പാർട്ടി ഓഫീസ് കൈകടത്തി കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ബോധമണ്ഡലത്തിൽ 1% ചലനമുണ്ടായിരുന്നുവെങ്കിൽ MP രാഘവൻ അത് സമ്മതിക്കും എന്നെനിക്ക് വിശ്വാസമില്ല. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയം തന്നെയായിരിക്കും കണ്ണൂരിൽ ഏറ്റവും വലിയ. നിശ്ചയമായും രാഷ്ട്രീയമല്ലാതെ കണ്ണൂരിൽ മറ്റെന്തിരിക്കുന്നു? അക്രമ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, ജനാധിപത്യ രാഷ്ട്രീയം, മതേതരത്വ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന്റെ തീച്ചുളയിലാണ് നമ്മൾ. രാഷ്ട്രീയ പ്രബുദ്ധമായ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ്. എവിടെയും തലങ്ങും വിലങ്ങും ചർച്ച രാഷ്ട്രീയം മാത്രം. K. സുധാകരനിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF കണ്ണൂരിൽ കളത്തിലിറക്കിയിരിക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചറെയാണ്. ഒരു വട്ടം മണ്ഡല പര്യടനം കഴിയുമ്പോൾ ശ്രീമതി ടീച്ചറുടെ അഭിപ്രായത്തിലേക്ക് പോവാം. ടീച്ചർ, ഒരു വട്ടം മണ്ഡല പര്യടനം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പൊതുവെ കണ്ണൂരിൽ നിന്നുള്ള കണ്ണൂരിലെ മണ്ഡല ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? ഇപ്പം നിങ്ങൾ രാവിലെ മുതൽ എന്നോടൊപ്പം ഉണ്ടല്ലോ. ഒന്നാം വട്ടം പര്യടനം കഴിഞ്ഞതിന് ശേഷം രണ്ടാം വട്ടം പര്യടനം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഈ ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്നത്. ഓരോ
5 മിനിറ്റ് കൂടുമ്പോഴും കൂടിച്ചേരുന്ന ഈ ജനങ്ങളുടെ, ഈ പ്രദേശത്താകെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ സ്വീകരണയോഗത്തിൽ ഞങ്ങളെ സ്വീകരിക്കാനെത്തിയിരിക്കുകയാണ്. അതിനർത്ഥം അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു. മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയെയാണ് അവരിഷ്ടപ്പെടുന്നത്, അവർ താല്പര്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന ഈ തരത്തിലുള്ള സ്വീകരണ യോഗങ്ങളിലെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും. വലിയ ഭൂരിപക്ഷത്തോടെ LDF വിജയിക്കും. PK ശ്രീമതി ടീച്ചർ എന്ന സ്ഥാനാർത്ഥി കണ്ണൂരിലെ വോട്ടർമാരുടെ മുമ്പിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രധാനമായും കണ്ണൂർ മണ്ഡലത്തിൻ്റെ വികസനം തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അത് കണ്ടറിയുന്നതിനാണ് ഇന്നലെ 1ാം വട്ട പര്യടനത്തിൽ ഞങ്ങൾ പ്രധാനമായും ഏറ്റവും അവികസിതമായ പ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ, അതുപോലെ എല്ലാ മുക്കിലും മൂലയിലും ചെന്നപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ സാധിച്ചു. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ട് അവർക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തീർച്ചയായും ഞാൻ അതിനായിരിക്കും മുൻഗണന കൊടുക്കുക. വികസനം, ക്ഷേമം, അതുപോലെ മറ്റ് പുതിയ പദ്ധതികൾ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നുള്ള പദ്ധതികൾ, അതൊക്കെ. കണ്ണൂരിൽ നിന്ന് തീർച്ചയായും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു? എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. 100 അല്ല 101. കർഷക മോർച്ച ദേശീയ സെക്രട്ടറി PC മോഹനൻ മാസ്റ്ററാണ് BJPയുടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി. ശക്തമായ വിമതശല്യവും ഗ്രൂപ്പിസവും മൂലം ഉടർന്ന BJP ജില്ലാ നേതൃത്വത്തിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടമാണ്. 2009 BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച P കരുണാകരൻ 27,123 വോട്ടാണ് നേടിയത്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയടക്കം പലരും പാർട്ടിയോട് അകന്നു നിൽക്കുകയാണ്. ഒപ്പം മുൻ ദേശീയ നിർവാഹക സമിതി അംഗം OK വാസു മാസ്റ്റർ അടക്കമുള്ളവർ CPMലേക്ക് ചേക്കേറി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തുകയെങ്കിലും ചെയ്യുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ വിമതശല്യം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് മോഹനൻ മാസ്റ്ററുടെ നിലപാട്. നമോ വിചാർ മഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1-2 വ്യക്തികൾ പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വരവ് കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. കാര്യം അത് നേഷൻ ഫസ്റ്റ്, പൊളിറ്റിക്സ് നെക്സ്റ്റ്. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട്. ഈ രാജ്യത്തിനൊരു അപകടം വരുമ്പോൾ ആ അപകടത്തെ, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആവശ്യമായുള്ള കരുത്ത് ഈ രാജ്യത്തിന് നൽകുന്ന ആൾക്കാർ, അവർ ആരായാലും ശരി, അവരെ സ്വീകരിക്കുക എന്നുള്ളത് BJPയുടെ കടമയാണ്, കർത്തവ്യമാണ്. ആ തരത്തിലാണ് ചെയ്തത്. ജില്ലയുടെ ചില ഭാഗങ്ങളിൽ കാര്യമായ സ്വാധീനമുള്ള പ്രസ്ഥാനമാണ് SDPI. കണ്ണൂർ നഗരസഭയിലടക്കം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലയിൽ SDPIക്ക് പ്രതിനിധികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥി KK അബ്ദുൾ ജബ്ബാർ. പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഉദ്ഭവകാലത്ത് തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യമുയർത്താണ് രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെയാണ് പ്രധാനമായിട്ടും വരാൻ പോകുന്ന 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം. വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനമെന്ന മുദ്രാവാക്യം തന്നെയാണ്. ഭയത്തിൽ നിന്ന് മോചനമെന്ന മുദ്രാവാക്യം 16ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ പ്രസക്തവുമാണ്. കാരണം നമ്മുടെ കേരളക്കരയിൽ പോലും BJPക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത, ലോകസഭയിലെ 20 മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും സാധ്യതയില്ലാത്ത BJPയുടെ നരേന്ദ്രമോദിയെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ കൂട്ടാളികളും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളോടും മതേതരവാദികളോടും മോഡിയെ കാണിച്ച് ഭയപ്പെടുത്തി വോട്ട് പിടിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഭയത്തിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം വളരെ പ്രസക്തമാണ്. RMP സ്ഥാനാർത്ഥി PP മോഹനും AAP സ്ഥാനാർത്ഥി KV ശശിധരനും പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി മത്സരരംഗത്തുണ്ട്. കണ്ണൂരിൽ ഈ 2 പാർട്ടികളെയും ജനം എങ്ങനെ സ്വീകരിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കും. ഇവരെ കൂടാതെ CPI ML സ്ഥാനാർത്ഥി TP അബൂബക്കറും BSP സ്ഥാനാർത്ഥി ദാവൂദും മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു. K സുധാകരന്റെ 2 അപരന്മാരും ശ്രീമതി ടീച്ചറുടെ ഒരു അപരയുമടക്കം
ആകെ 11 സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത്. കണ്ണൂരിന്റെ മനസ്സ് പലപ്പോഴും കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവചനങ്ങൾക്ക് പ്രസക്തിയില്ല. അവസാന അടിയൊഴുക്കുകൾ ആർക്ക് അനുകൂലമാകും എന്ന് മാത്രമാണ് ഇനി അറിയാനിരിക്കുന്നത്. സരിത വിവാദത്തിൽപ്പെട്ട അബ്ദുള്ളക്കുട്ടി പ്രചാരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് വഴി ചോരാനിടയുള്ള മുസ്ലിം വോട്ടുകൾ, നമോ വിചാർ മഞ്ചുമായി ചേർന്ന് CPM നടത്തിയ സമീപകാല രാഷ്ട്രീയ നീക്കങ്ങൾ, BJP വോട്ടുകൾ എവിടെ പോൾ ചെയ്യുന്നു തുടങ്ങി നിരവധി ഘടകങ്ങൾ കണ്ണൂരിലെ ജയത്തെയും ഭൂരിപക്ഷത്തെയും നിർണ്ണയിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3.4% വോട്ട് മാത്രമാണ് BJPക്ക് ലഭിച്ചത്. അതിനർത്ഥം ബാക്കി വോട്ടുകൾ വിജയിക്ക് പോൾ ചെയ്തുവെന്നാണ്. പേരാവൂർ, തളിപ്പറമ്പ്, ഇരിക്കൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ ക്രൈസ്തവ വോട്ടുകൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയത്തിൽ ആരെ പിന്തുണയ്ക്കുന്നു എന്നതും അഴീക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നതും നിർണായകമാണ്.